രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ തള്ളിയും ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കടുത്ത വിമർശനവുമായിട്ട് അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. മാധ്യമങ്ങളെയും രാഷ്ട്രീയക്കാരെയും രൂക്ഷമായി വിമർശിക്കുന്ന പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണവർ. ഇനിയും രാഹുലിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചാൽ എല്ലാ സത്യവും പുറത്തുവിടുമെന്നും പരാതിക്കാരുടെ എല്ലാ കാര്യവും തനിക്കറിയാമെന്നും തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും ദീപ കുറിപ്പിൽ പറയുകയാണ്. തന്റെ യോഗ്യതകൾ ചോദിച്ച സോഷ്യൽ മീഡിയയിൽ വിമർശിക്കുന്നവർക്കുള്ള മറുപടിയും ഇതേ പോസ്റ്റിൽ തന്നെ അവർ പങ്കുവെക്കുന്നുണ്ട്. ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ചുരുക്ക രൂപം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: സത്യങ്ങൾ ഒരിക്കലും മറഞ്ഞിരിക്കില്ല, കള്ളങ്ങൾ എന്നെന്നും സംരക്ഷിക്കപ്പെടുകയുമില്ല. ഇനി ഒരു വ്യാജഗർഭം, സ്നേഹം, വിവാഹം കഥകളുമായി ഒരുത്തിയും വരരുത് എന്നുകൂടി പറയട്ടെ. നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാരണം യഥാർത്ഥ ഇരയ്ക്ക് നീതി കിട്ടാതെ പോകുന്നു. കേരളത്തിലെ പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള മലയാളികളെ, നിങ്ങൾ കേട്ടതെല്ലാം വിശ്വസിക്കരുത്. കാരണം അതൊന്നും സത്യമല്ല. വാർത്തകൾ സൃഷ്ടിക്കുക എന്നത് മാത്രമേ മാധ്യമങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിൽ സത്യത്തിന്റെ കണിക ഉണ്ടോ എന്ന് നോക്കാൻ സൂക്ഷ്മദർശിനി വേണ്ടിവരും. ഞാൻ ദീപ ജോസഫ്, ഡൽഹിയിൽ നിന്നും കുറിക്കുന്നു. സുപ്രീം കോടതിയിൽ മാത്രമല്ല, കേരളത്തിലും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഞാനൊരു ഭാര്യയാണ്. എന്റെ ഭർത്താവ് മനോജ് മാത്യു, 21 വയസ്സുള്ള മകനുണ്ട്. നിയമം മാത്രമല്ല, ജാമ്യയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനും അതിൽ തന്നെ ഗവേഷണവും കഴിഞ്ഞ് അവാർഡ് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തിനാണ് ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞത് എന്നല്ലേ ചിലർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകാം. എന്റെ ഡിഗ്രി വ്യാജമാണോ? ഞാൻ കോടതിയിലേക്ക് തന്നെയാണോ പോകുന്നത്? എന്നെ ആരാണ് വക്കീലാക്കിയത്? അവർക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത് എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. അറിയാൻ മേലാത്തവർക്കും മനഃപൂർവ്വം എന്നെ ഏറിലാക്കാൻ ശ്രമിക്കുന്നവർക്കും വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്റെ ജന്മം തന്നെ സത്യത്തിനും നീതിക്കും വേണ്ടിയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നീതി കിട്ടാതായാൽ നീ തീയാകണമെന്നാണ് ഞാൻ പറയാറ്. ഇന്നലെ ഞാൻ FB-യിൽ ചോദിച്ചു, ഞാനൊരു മഹാസത്യം വിളിച്ചു പറയട്ടെ എന്ന്. ആ സത്യം പറയാൻ ആഗ്രഹിക്കുന്നുവെന്ന്. ഒരു അഭിഭാഷക എന്നും സത്യത്തിന്റെ കാവലാളാണ്. മറച്ചുവച്ച സത്യം തേടി അവർ ഏതറ്റം വരെയും പോകും. സത്യം എന്താണ് എന്ന് ഉറപ്പാകും വരെ അവരുടെ യാത്ര തുടരും. എന്റെ സത്യം തേടിയുള്ള യാത്ര അവസാനിച്ചു. ഞാൻ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു. മീഡിയയിൽ സത്യമില്ല എന്ന സത്യവും ഇതോടെ തെളിയുകയാണ്. നന്ദനം എന്ന് പറയപ്പെടുന്ന സിനിമയിൽ നമ്പ്യ പറയുന്നുണ്ട്, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന്. ഇതുപോലെ തന്റെ ഫേസ്ബുക്കിലും വാർത്തകളിലും റേറ്റിംഗ് കൂട്ടാൻ പേരിനൊരു മാധ്യമ പ്രവർത്തക അങ്ങേയറ്റം ശ്രമിക്കുന്നതും നിങ്ങൾ കണ്ടു കാണും, കേട്ടു കാണും. അവരോട് ചോദിക്കട്ടെ, സഹോദരി, ആരെയാണ് നിങ്ങൾ ഇര എന്ന് പറയുന്നത്? ഇര എന്നാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ ഇര എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു യഥാർത്ഥ ഇരയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാഹുൽ, നിന്റെ ജീവിതം ഒരു നേതാവിന് യോജിച്ചത് ആയിരുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു. ചെറുപ്പക്കാരുടെ ചില്ലറ അസ്കിതകൾ നിന്നെ ബാധിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഇക്കഴിഞ്ഞ നാളിൽ നീ അനുഭവിച്ചത്. ജീവിതത്തെ തിരുത്തുക, ഒരു നല്ല നേതാവാകുക. അഴകുള്ള ചക്കയിൽ ചുളയുണ്ടാവില്ല എന്ന് ഏറ്റവും നന്നായി അറിഞ്ഞത് നീയാവും രാഹുൽ. എന്റെ ഒരു കുഞ്ഞു സഹോദരനാകാനുള്ള പ്രായമേ നിനക്കുള്ളൂ. അതുകൊണ്ട് വലിയ ഉപദേശമായി ഇതിനെ കരുതിയാൽ മതി. ഇനിയും മീഡിയ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ നിങ്ങൾ ഒന്നും അറിയാതെ ഇര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവളുടെ മുഴുവൻ ചരിത്രവും എനിക്ക് ലോകത്തോട് പറയേണ്ടി വരും. സത്യത്തിൽ അവൾക്ക് പരാതിയില്ല, ഉണ്ടാവില്ല. കാരണം അവൾ വിവാഹിതയാണ്. മാധ്യമ പ്രവർത്തകയായി ഇന്നലെയും ഇന്നും നാളെയും ജോലി ചെയ്യും. അവൾ 1 വർഷത്തിൽ ഏറെയായി വിവാഹിതയാണ്. സത്യത്തിൽ ഇര അവളെ കെട്ടിയ ആ പാവം ചെക്കനാണ്. ഒന്നുമില്ലാത്ത ബ്രോക്കൺ ഫാമിലിയിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി കല്യാണം കഴിച്ച് ചതിക്കപ്പെട്ട ആ പാവം പയ്യനാണ് ഇര. ഫോട്ടോ സഹിതം തെളിവുകളുണ്ട്, വേണമെങ്കിൽ കാണിക്കാം. കൂടാതെ ഇവൾ മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, ചാനൽ സ്വന്തമായുള്ള പാർട്ടിയുടെ സ്വന്തം മോളാണ്. ഇനി പറ, ഇര ആരാണ്? CPI CPM കൊണ്ട് പിടിച്ചളക്കാൻ അവർക്ക് അമ്പലം വിഴുങ്ങിയ കഥകൾ മൂടിവെക്കണം. കേരളത്തിൽ നടക്കുന്ന അഴിമതി അതൊന്ന് മൂടിവെക്കണം. ഭരണനിഷ്ക്രിയത്വം ഒന്ന് മൂടിവെക്കണം. ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? എന്നാൽ കോൺഗ്രസിന്റെ ഉദ്ദേശം എന്താണ്? തലയ്ക്ക് മീതെ വളർന്നാൽ വെട്ടിക്കളയണമെന്നാണ് നേതൃത്വം കരുതുന്നത്. കാരണം രാഹുൽ കഴിവുള്ളവനാണ്. ഇന്നലെ മുളച്ച തകര പോലും സീൽക്കാരമിടുന്നു. ഇവൾക്കൊക്കെ നാണമില്ലേ? ഇവളും ഭർത്താവ് ഉണ്ടായിട്ടും പലരുടെ ഒപ്പം അന്തി ഉറങ്ങുന്ന പിൽസ് ഫാക്ടറി ഉടമകളാണോ എന്നും സംശയം തോന്നുന്നു. പെണ്ണിന്റെ മാന്യത അവളുടെ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഒരു പദവി കിട്ടിയാൽ എന്തും വിളിച്ചു പറയുവാൻ
നീ എന്ത് സത്യം അറിഞ്ഞു? ഇത്രയും മോശക്കാരിയായി ചിത്രീകരിക്കുമ്പോഴും അവൻ ഒന്നും മറത്തു പറഞ്ഞില്ല, അവളെ അപമാനിച്ചില്ല. ഒരു നല്ല പുരുഷന്റെ ലക്ഷണം. MLA ആകും മുന്നേ ഉണ്ടായിരുന്ന ഒരു ബന്ധം, അതിനിടയിൽ അവൾ വിവാഹിതയും, പിന്നെ അവളെ നാണം കെടുത്തണ്ട എന്ന ഒറ്റ കാരണത്താൽ മൗനം ഭജിച്ചു. നന്നായി രാഹുൽ, റിപ്പീറ്റ്, നന്നായി രാഹുൽ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മാധ്യമങ്ങളെ നിങ്ങൾ ഏതു കാലത്തെ ഗർഭകഥയാണ് ഇനി പറയുന്നത്? ഇത്രയേ ഉള്ളൂ മാധ്യമങ്ങൾ എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ മാധ്യമ ധർമ്മം എന്നും വിവരമുള്ള ജനം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനിയും തലച്ചോറിനുള്ളിൽ മണ്ണും മണലും നിറച്ച അന്തം കമ്മികളെ അല്ല കേട്ടോ ഇത് ഉദ്ദേശിച്ചത്. ഇരയല്ല, മഹാഫ്രോഡ്. എടി കൊച്ചേ, നീ ധൈര്യമായി കേസുകൊട്, മാധ്യമ വിചാരണ നിർത്ത്. അതല്ല നിന്റെ കള്ളക്കളികൾ ഞാനായി പരസ്യപ്പെടുത്തണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഒരുക്കമാണ്. ഇന്ന് തന്നെ നിന്റെ കൂടെ ജോലി ചെയ്യുന്ന അവളോടും നിനക്കായി പണി ചെയ്യുന്ന PR-മാരോടും ഇവിടെ വെച്ച് ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാൻ പറയണം. അല്ലാത്ത പക്ഷം എന്നെ പോലെയുള്ള ഒരുപാട് പേർ നിനക്കെതിരെ കേസ് ഫയൽ ചെയ്യും. ചീറ്റിങ്ങിന് കയ്യും കാലും കണ്ണും കാണിച്ചു മയക്കിയവൻ MLA ആയപ്പോ അവനെ കൊടുക്കാൻ ഗർഭം. എന്നിട്ടും നീ 1 വർഷം മുമ്പ് വിവാഹിത ആയതുകൊണ്ട് രാഹുൽ നിനക്കെതിരെ സത്യമൊന്നും പറയാത്തത് അവന്റെ മാന്യത. പക്ഷെ നീ ചതിച്ചു. ജീവിതം നശിപ്പിച്ച നിന്റെ സ്വഭാവമറിയാതെ സ്നേഹിച്ചു കെട്ടിയ ആ പാവം പയ്യൻ നീതിക്ക് വേണ്ടി എന്നെ സമീപിച്ചാൽ ഞാൻ അവനെ ചേർത്ത് പിടിക്കും. രാഹുലിനെ പിടിച്ചതിലും അതിശക്തമായി. നിങ്ങൾ ചതിക്കുന്ന ഓരോ പുരുഷനും നീതിക്ക് കാവലാളായി എന്നെപ്പോലെ 1000 പേരുണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആർക്കാടാ എന്റെ ഡിഗ്രിയുടെ ഉറവിടം അറിയേണ്ടത്? ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ ആദ്യം സത്യം അറിയണം. അല്ലാത്ത പക്ഷം സത്യത്തിൽ ഇരയാകുന്നവരെ കൂടി വിശ്വസിക്കുവാൻ പറ്റാത്ത ആയിപ്പോകും. അതുകൊണ്ട് നീതി അവർക്ക് ഒരിക്കലും കിട്ടാക്കനിയാവുകയും ചെയ്തു. കള്ള മാധ്യമങ്ങളിൽ നിന്നും ദൂരം പാലിക്കൂ.